ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ അതായത് നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 13ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്ന് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വീക്കിൽ നമ്മൾ 2 ഹെയർ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ ഡേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷാംപൂ ആയിട്ട് നാച്ചുറൽ ഷാംപൂസ് എടുക്കാം, അതായത് താളി എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചാനലിൽ തന്നെ കുറേ നാച്ചുറൽ താളികൾ ഉണ്ടാക്കുന്ന രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഹെയർ പാക്സിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് വരും. ഇതൊക്കെ നമുക്ക് ഒരു ഷാംപൂവിൻ്റെ എഫക്റ്റ് അല്ലാണ്ട് ഹെയർ പാക്കിൻ്റെ എഫക്റ്റും കൂടി തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഇടയിൽ നമ്മളൊരു ഷാംപൂ യൂസ് ചെയ്യുന്ന എഫക്റ്റ് ഒന്നും വരത്തില്ല, ഒരു ഹെയർ പാക്കിൻ്റെ എഫക്റ്റ് തന്നെ വരത്തുള്ളൂ. പിന്നെ നമുക്ക് നന്നായിട്ട് സ്കാൽപ്പ് അതിലൂടെ ക്ലീൻ ആക്കി കിട്ടുകയും ചെയ്യും. മുടി നന്നായിട്ട് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും, നല്ല ഓയിലി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. ഒന്നാമത് എൻ്റെ മുടി എന്ന് പറയുന്നത് ഇത്തിരി ഓയിലി ഹെയറാണ്. പിന്നെ ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഈ ഒരു വീക്കിൽ ആദ്യത്തെ ഡേയിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഷാംപൂ യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷാംപൂ ഇടാണ്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയാമായിരുന്നു ഓയിൽ നല്ലോണം പ്രശ്നമാകുമെന്ന്. പക്ഷേ ഞാൻ ഷാമ്പു യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ അന്ന് തൊട്ട് ഇങ്ങനെ ഓയിലി ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഡെയിലി ഇനി ഷാമ്പു ചെയ്യുന്നതിന് മുൻപായിട്ട് ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. മുടിയുടെ ലെങ്ത്തിലേക്കാണെങ്കിലും സ്കാൽപ്പിലേക്കാണെങ്കിലും ഒന്നും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളമാവും കേട്ടോ. കുറച്ചും കൂടി ഓയിൽ കൂടി പ്രശ്നമാവും. പിന്നെ ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അത് നന്നായിട്ട് ആ ഒരു ഓയിൽ ഫുള്ള് റിമൂവ് ആവത്തുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ ടൈപ്പുള്ള അല്ലെങ്കിൽ ഓയിലി ഹെയർ ഉള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾ അന്നത്തെ ഡേയിൽ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഓയിലി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇന്നിനി പ്രത്യേകിച്ച് ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്തിലേക്കാണെങ്കിലും ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് ഷാമ്പു ചെയ്താൽ മതിയാകും. ഇനി ഇങ്ങനത്തെ ഹെയർ അല്ല, ഡ്രൈ ഹെയർ ആണ്, അല്ലെങ്കിൽ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേയിൽ ഓയിൽ ചെയ്യാം. ഓയിൽ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുക. അതായത് നമുക്ക് കുറച്ച് ചൂടാക്കി എടുക്കാം. നേരിട്ട് ചൂടാക്കുന്നതല്ല, നമ്മളല്ലാണ്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് അതൊന്ന് ആക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു ബൗളിലെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ആ ഒരു ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചൂടാക്കി കിട്ടും. അങ്ങനെ ചൂടാക്കി കിട്ടുമ്പോൾ ചെറു ചൂടോടെ നമുക്കത് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചോയ്സ് ഏതാണോ ആ ഒരു ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന ഷാമ്പൂസ് ആണെങ്കിൽ അത്, അല്ലാതുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ഷാമ്പു ആണ് യൂസ് ചെയ്യുന്ന ആ ഒരു ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഓയിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷാമ്പു എടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ഓയിലും സ്കാൽപ്പിലുള്ള ഈ ഒരു വീക്കിലുണ്ടായ അഴുക്കുകൾ പൊടികൾ എല്ലാം പോകത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതാണ് ഇന്നത്തെ ഡേയിൽ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി പ്രത്യേകിച്ച് ഓയിൽ ഇടണില്ല, നേരെ അങ്ങോട്ട് ഷാമ്പു ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നാളത്തെ ഡേയിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മൾ ഷാമ്പു ഇടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാം. പിന്നെ വീഡിയോസ് കാണുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.